വന്ദനം. ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യം എന്ന ഭാരതീയരുടെ ജന്മാവകാശം നേടിയെടുത്തതിൻ്റെ ആവേശപൂർണമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് 15. രാജ്യമെങ്ങും ത്രിവർണ്ണ പതാക വാനോളം ഉയർത്തുമ്പോൾ ഭാഷയുടെയും വേഷത്തിൻ്റെയും അതിർത്തികൾ എല്ലാം മറന്ന് അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തും ഓരോ ഭാരതീയനും. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അടിബരെ പോലും മുട്ടുകുത്തിച്ച നിശ്ചയദാർഢ്യത്തോടെ ആത്മബലത്തോടെ പോരാടിയ പൂർവികരുടെ കഥകൾ വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പറയും ഓരോ ഭാരതീയനും. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ ദിനം ഓർത്തുവയ്ക്കുന്നതിനും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരുടെ ത്യാഗങ്ങളെ ഓർക്കുവാനുമാണ് എല്ലാ വർഷവും നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. പ്രാണനേക്കാൾ വലുത് പിറന്ന നാടിന്റെ അഭിമാനവും സ്വാതന്ത്ര്യവുമാണ് എന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗം കൂടിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ബാലഗംഗാധര തിലകും, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസും, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ത്യാഗം അനുഷ്ഠിച്ച മഹത് വ്യക്തികളിൽ ചിലർ മാത്രമാണ്. 1947 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ വളരെയധികം വെല്ലുവിളികളെയായിരുന്നു നേരിടേണ്ടിയിരുന്നത്. പട്ടിണി, തൊഴിലില്ലായ്മ, രാഷ്ട്രീയ അരാജകത്വം, അതിർത്തി രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ എന്നിവ അവയിൽ ചിലതു മാത്രമാണ്. എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു രാജ്യാന്തര ശക്തിയായി വളരുവാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ നാടിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കേണ്ടത് കുട്ടികളായ നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഇന്ന് ഇന്ത്യക്കുള്ളിൽ നടനമാടുന്ന ആക്രമണത്തിന്റെയും അടിമത്വത്തിന്റെയും കൊറോണയുടെയും നൂറ് കഥകൾ നമ്മളെ അസ്വസ്ഥരാക്കുന്നില്ലേ? എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കും മാത്രമല്ല, ഈ നാടിന് തന്നെ മോക്ഷം ലഭിക്കണമേ എന്ന് രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ വിശ്വവിഖ്യാതമായ ഗീതാഞ്ജലിയിലൂടെ സമർത്ഥിക്കുന്നു. ഇന്ന് ഇന്ത്യക്കുള്ളിൽ താണ്ഡവമാടുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വിജയിക്കുവാൻ വേണ്ട ശക്തിയും, ജീവിതത്തിലെ വെല്ലുവിളികളെ ധീരതയോടെ നേരിടുവാൻ വേണ്ട ശക്തിയും ജഗദീശ്വരൻ നമുക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.